ഇതിൻ്റെ അവധിയാണ്. ഭയങ്കര ചൂട്. എവിടേക്ക് ഇറങ്ങാൻ വയ്യ പുറത്തേക്ക്. പകല് ഒരു 3 മണി 4 മണിക്ക് ശേഷമൊക്കെ പിന്നെ ഒരു ലേശം ചൂട് കുറവുണ്ട്. എന്നാലും പെരുന്നാളൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ. പുറത്ത് ജബലിക്കൊന്നും പോയിട്ട് കാര്യമില്ല, മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് ആഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച്, അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാ കാണുന്നതാണ് ആഫ ബീച്ച്. ആഫ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നടക്കാനിറങ്ങാനും കാറ്റ് കൊള്ളാനും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു കോട്ടേജ് പോലുള്ളൊരു സംഭവങ്ങളൊക്കെ അവർ പണിതിട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഖരീഫ് ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്കൊക്കെ ഒന്നത് റിന്യൂവൽ ചെയ്യുമായിരിക്കും. കുഞ്ഞു കുഞ്ഞേ കോട്ടേജുകൾ. ഇതിൽ പ്രയർ റൂം, ലേഡീസിന് സെപ്പറേറ്റ്, പിന്നെ ബാത്റൂം, പിന്നെ താമസിക്കാനുള്ള ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ പണിതിട്ടേക്കണത്. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ ഏതോ നോവലിലെ ആളൊഴിഞ്ഞ എന്താ പറയുക ചില പട്ടണങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വായിക്കണ പോലെ ആ ഒരു ഫീലാട്ടോ. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിറയും ബിൽഡിങ്ങുകളായിരുന്നു. ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകൾ. അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള വീടുകളായിരുന്നു കേട്ടോ. അത് ഈ കടൽക്കാറ്റ് കൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, എന്താ പറയുക, കുറച്ചൊക്കെ ദ്രവിച്ചിട്ടും പിന്നെ പഴയതുമായിരുന്നു. ഒരു ഏതാണ്ട് പ്രേതാലയങ്ങൾ പോലത്തെ കുറേ വീടുകൾ. ഇപ്പം അതൊക്കെ പൊളിച്ച് നീക്കിയിട്ടാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കെട്ടിപ്പൊക്കിയാണ്. ഇവിടെ താമസിച്ചിരുന്ന ആളുകളൊക്കെ വീട് പൊളിച്ചപ്പോൾ വേറൊരു സ്ഥലത്ത് ഇതേപോലത്തെ വീടൊക്കെ ഉണ്ടാക്കി ഗവൺമെൻറ് അവരിനെ അങ്ങനെ മാറ്റി. ഇതിപ്പോൾ കുറേ വർഷം മുമ്പത്തെ കാര്യമൊന്നുമല്ല കേട്ടോ, ഒരു 4-5 വർഷമായിട്ടുള്ളതൊക്കെ സംഭവിച്ചിട്ട്. അപ്പോൾ ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വളർന്നെന്ന് വിചാരിക്കും. ഈ തെങ്ങുകളൊക്കെ ഇത്രയും വളർച്ചയിൽ അവർ പറിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വെച്ച് പിന്നെ വളർത്തി കൊണ്ടുവരുന്നതാണത്. പുരാതനമായിട്ടുള്ള ഏതോ ഒരു കോട്ടയുടെ ഒരു സ്റ്റൈലിലാണ് അവരതൊക്കെ പണിതിട്ടേക്കണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരുപാട് പഴക്കമുണ്ടായിരുന്ന വീടുകളൊക്കെ പൊളിച്ച് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കാണുന്നത്.
ഇനി 2-3 വർഷത്തിന് ഉള്ളിൽ ഇതൊക്കെയും പൊളിച്ചിട്ട് ഇവിടെ അവർ പുതിയ സംഭവങ്ങളൊക്കെ ഇതേപോലെ കെട്ടിപ്പടുക്കും. ശരിക്കും നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഒരു റോഡിൻ്റെ സൈഡ് പഴയ വീടുകൾ, ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ റിന്യൂ ചെയ്തിട്ടുള്ള ഭാഗം. കമ്പിവേലൊക്കെ കെട്ടി നല്ല സേഫാക്കി അവർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു സൈഡ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡ് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാ ബീച്ചിൻ്റെ ഒരു സൈഡിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനും വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ കൂടിയിട്ടുള്ള ഒരു എന്തോ ഒരു സ്റ്റേഡിയം പോലെ. സ്റ്റേഡിയം അല്ല, അവിടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഇരിക്കാനുള്ള ഒരു സംഭവം ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു കപ്പലിൻ്റെ ഷേപ്പാണെന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അതുപോലൊന്നും എനിക്ക് തോന്നിയില്ല. അവരെന്താ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ബോർഡല്ല, അവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അറബിയിലായതുകൊണ്ട് എനിക്ക് അറിയില്ലല്ലോ, വായിക്കാൻ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അവരെന്തോ ഒരു ഇത് എഴുതിയിട്ടുണ്ട് അവിടെ. എന്തൊക്കെയായാലും കുറേ ആൾക്കാർ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങുന്നുണ്ട്, ആ സൈഡിൽ കൂടെ കുറേ ആൾക്കാർ കയറി ഈ സൈഡിൽ കൂടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ശംഖിൻ്റെ പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. എന്തായാലും ആഫ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ബോറടിക്കാതിരിക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്.